ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. നെയ്ച്ചോറിനും പത്തിരിക്കുമൊക്കെ പറ്റിയ നല്ല ഒരു ചിക്കൻ കറി ഇന്ന് തയ്യാറാക്കാം. അതിനായിട്ട് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി, ഉപ്പും ചേർത്ത് അരമുറി നാരങ്ങയുടെ നീരും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ് ഒരു പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസ് ഇട്ട് 2 മിനിറ്റ് ഫ്രൈ ചെയ്ത് എടുക്കാം. 2 വശവും 2 മിനിറ്റ് വീതം മാത്രം ഫ്രൈ ചെയ്ത് കോരി എടുക്കാം. ഇനി അതേ ഓയിലിൽ തന്നെ നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. അതിനായി കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. എന്നിട്ട് 3 പച്ചമുളക്, 3 സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് നന്നായിട്ട് വഴറ്റി അതിലേക്ക് കറിവേപ്പില ഇട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിക്കാം. അടപ്പ് തുറന്ന് നോക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് നന്നായി യോജിപ്പിച്ച് 1 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് 15 മിനിറ്റ് വേവിക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് സോക്ക് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് കാഷ്യൂ നട്ടും 2 ടൊമാറ്റോയും കൂടി പേസ്റ്റാക്കി ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കൂടി കുക്ക് ചെയ്ത് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കറി ഓഫ് ചെയ്യാം. അങ്ങനെ ചിക്കൻ കറി റെഡി. ഞാൻ ഇന്നിവിടെ നെയ്ച്ചോറ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിനായിട്ട് നല്ല കോമ്പിനേഷനാണ് ഈ കറി. ഇവിടെ എൻ്റെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഒരു കമൻറ്റും കൂടെ ചെയ്തോളൂ.